എൻ്റെ അറിവ് ശരിയാണ് ഏകദേശം കേരളത്തിൽ 20,000 മെൻ്റലിസ്റ്റുകളോളം പഠിച്ചിറങ്ങിയിട്ടുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. പ്രൊഫഷണലി എത്ര പേര് സ്റ്റാൻഡ് ചെയ്യുന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു പാഷനേറ്റീവായിട്ട് ചെയ്ത ഒരാളാണ്. എനിക്ക് ദൈവം സഹായിച്ച് എൻ്റെ അച്ഛനും അമ്മയും സമ്പാദിച്ച് തന്നതിൽ നിന്നും നല്ലൊരു ബിസിനസ്സുണ്ട്. ആ ബിസിനസ് കൃത്യമായി മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നൊരു ഫാമിലിയുണ്ട്, വൈഫുണ്ട്, പെങ്ങളുണ്ട്, എല്ലാ ഫ്രണ്ട്സുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിത് വരുമാന മാർഗ്ഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന്. ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ആഹാരം കൊടുക്കുന്ന ആൾക്കാരല്ല, ചിലർ ഇഷ്ടത്തോടുകൂടി കൊടുക്കും, പണം നോക്കാമല്ലോ. അതുപോലെ ഞാൻ പണം നോക്കുന്നില്ല ഇതിൻ്റെ അകത്ത്, ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നത്. തീർച്ചയായിട്ടും എൻ്റെ സ്റ്റേജുകളിൽ നിന്നും ഇപ്പോൾ നീ പൈസ വാങ്ങിയിട്ടല്ലടാ അവിടെ ഷോ ചെയ്ത്. തീർച്ചയായിട്ടും എൻ്റെ ഷോയിൽ എൻ്റെ കൂടെ വരുന്ന ക്യാമറമാന്മാരുണ്ട്, എൻ്റെ ഷോ എഡിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഞാൻ അതിനൊക്കെ തിരിച്ച് പണം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്താൽ എൻ്റെ കുടുംബം നശിച്ചു. ഇതൊരു ലഹരിയും കൂടാണ് കല. തീർച്ചയായും എന്നും കല ഒരു ലഹരിയാണ്. അത് പഠിപ്പിച്ചു തരുന്ന വ്യക്തിയുണ്ട് ഈ ഗുരു. എന്നെ സംബന്ധിച്ച് എൻ്റെ ഗുരു എന്ന് പറയുന്നത് സന്ദീപ് ഫ്രാഡി എന്ന് പറയുന്ന ട്രിവാൻഡ്രം ബേസ്ഡ് എന്നുള്ളൊരു അതിമനോഹര ഗംഭീരമായൊരു മെൻ്റലിസം പെർഫോം ചെയ്യുന്നൊരു അധ്യാപകനാണ് അദ്ദേഹം. ഭയങ്കര മെൻ്റലിസം പെർഫോം ചെയ്യുന്ന പെർഫോമറാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്, മെൻ്റലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചത്. അദ്ദേഹമാണ് എന്നെ ഇങ്ങനെ ഒരു പ്രൊഫഷണലി നിലനിന്ന് പോകണം എന്ന് അങ്ങനെ ഒരു ഗുരു തീർച്ചയായിട്ടും വേണം. അപ്പം പലരും ഇപ്പോൾ പല കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഗുരുവിനെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക.